ഹലോ ഓൾ, ദിവ്യജ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് അൺസ്പോക്കൺ സോഷ്യൽ റൂൾസ് ആണ്. അതായത് അധികം ആരും പറഞ്ഞു തരാൻ ചാൻസ് ഇല്ലാത്ത കുറച്ച് സോഷ്യൽ റൂൾസ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം അറിയാമായിരിക്കാം, ചിലപ്പോൾ അറിയില്ലായിരിക്കാം. അപ്പോൾ നമുക്ക് വിഷയത്തിലൂടെ കിടക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡോണ്ട് ഇൻട്രപ്റ്റ് ഇൻ സംവൺസ് മിഡ് സെന്റൻസ് ആണ്. അതായത് ഒരാൾ സംസാരിക്കുമ്പം അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കുക എന്നുള്ളതാണ് അല്ലേ. അത് നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ കോമൺലി വരുന്ന ഒരു മിസ്റ്റേക്കാണ്. എനിക്കും ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. നമുക്കിങ്ങനെ പറയാനുള്ള ഒരു ആൻസൈറ്റി ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അതിന് കയറി നമ്മൾ അയാൾ പറയുന്നത് മുഴുമിക്കാൻ സമ്മതിക്കാതെ അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കുക എന്നുള്ളതാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓൾവേസ് സേ താങ്ക് യു. നമുക്കൊരാൾ നല്ല കാര്യം ചെയ്തു തരുമോ, ഒരു ഫേവർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നല്ലൊരു അഡ്വൈസ് തരുമോ, നമുക്ക് എന്തെങ്കിലും തരത്തിൽ അയാളൊരു ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ സേ താങ്ക് യു. നമ്മൾ അവിടെ ഒരു മടി ഈഗോ കാണിക്കാതെ താങ്ക് യു പറയാന്നുള്ളതാണ്. കാരണം ഈ താങ്ക് യു എന്നുള്ള വേർഡ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ. അതൊരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയാണ്. സോ നമുക്ക് മേ ബി അത് റിസീവ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഉറപ്പായിട്ടും നമ്മുടെ ഉള്ളിലെ പോസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ് എന്നല്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡോണ്ട് കമന്റ് ഓൺ സംവൺസ് അപ്പിയറൻസ് അൺലെസ് ഇറ്റ് ഈസ് പോസിറ്റീവ്. അതായത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണിത്. മറ്റൊരാളുടെ അപ്പിയറൻസിൽ, അവരുടെ എന്ത് അപ്പിയറൻസ് ആയിക്കോട്ടെ, ഡ്രസ്സിങ് ആയിക്കോട്ടെ, അവരുടെ ഓവറോൾ ഒരു ലുക്ക് ആയിക്കോട്ടെ, നമ്മൾ ആവശ്യമില്ലാതെ അവരെ കമന്റ് ചെയ്യുക, ആവശ്യമില്ലാത്ത കമന്റ്സ് കൊടുക്കുക എന്നുള്ളത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് അവർക്ക് ഓൾറെഡി അറിയാം അവരുടെ ഫ്ലോസ് എന്തൊക്കെയാന്നുള്ളത് അവർക്ക് ഓൾറെഡി അറിയാം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ വല്ല സ്വഭാവം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് മാറ്റാം. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും ചിലപ്പം ആപ്ലിക്കബിൾ ആണെന്ന് വരില്ല. എനിക്ക് പേഴ്സണലി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ടെക്സ്റ്റ് ബിഫോർ കോളിംഗ്. അതായത് നമ്മൾ ഒരാളെ വിളിക്കുന്നതിന് മുമ്പായിട്ട് അവരെ കോൾ ചെയ്യുക. പൊതുവേ ഞാനൊരു കോൾ പേഴ്സൺ അല്ല. എനിക്ക് എപ്പോഴും എന്ത് കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ടെക്സ്റ്റ് മെസ്സേജോ വോയിസ് മെസ്സേജോ ഒക്കെയാണ് ഞാൻ ചൂസ് ചെയ്യാറുള്ളത്. സോ അത് മാത്രമല്ല, നമ്മളൊരാളെ വിളിക്കുന്നതിന് മുമ്പായിട്ട് അവർക്ക് ടെക്സ്റ്റ് ചെയ്തിട്ട് അവരൊരു കൺവീനിയൻസോ ടൈമോ അന്വേഷിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡോണ്ട് ഓവർ ഷെയർ യുവർ പേഴ്സണൽ ഡീറ്റെയിൽസ് അറ്റ് യുവർ വർക്ക് പ്ലേസ് എന്നുള്ളതാണ്. ബിക്കോസ് നമുക്കറിയാം നമ്മുടെ പ്രൊഫഷൻ എപ്പോഴും ചിലപ്പോൾ ഒന്നായിരിക്കാം, ചിലപ്പോൾ മാറുമായിരിക്കാം. പക്ഷേ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തായാലും നമ്മൾ സ്വിച്ച് ചെയ്യേണ്ടി വന്നേക്കാം അല്ലേ. പല കേസിലും നമുക്ക് സ്വിച്ച് ചെയ്യേണ്ടതായിട്ടും മാറിപ്പോണ്ടതായിട്ടൊക്കെ വന്നേക്കാം. സോ നിങ്ങളപ്പം പരിചയപ്പെടുന്ന ഒരാളെ കാണുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കളീഗ് ആയിക്കോട്ടെ, ഉടനെ നിങ്ങളുടെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും അവരോട് ഷെയർ ചെയ്താൽ അവർ ചിലപ്പം അത് തന്നെ ചിലപ്പോൾ നമുക്ക് നാളെ അതൊരു പ്രോബ്ലം ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അവരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അങ്ങനത്തെ വല്ല സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ ഇത്രയാണ് എനിക്ക് ഇന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു 5 സോഷ്യൽ റൂൾസ്. അപ്പൊ ഇതിന്റെ ബാക്കി ഞാൻ വരുന്ന വീഡിയോയിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും റിലവന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പോയിന്റ് ഏതാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇത്രയാണ്. താങ്ക് യു. തുടർന്ന് അങ്ങോട്ടും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.